എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സെവിയറിറ്റി ആൻഡ് പ്രയോറിറ്റി ആണ്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് സെവിയറിറ്റി ആൻഡ് പ്രയോറിറ്റി. അതായത് മെയിൻലി ഡിഫക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബഗ് മാനേജ്മെൻറ്റ്, ബഗ് റിപ്പോർട്ടിങ്ങിലാണ് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുക സെവിയറിറ്റി ആൻഡ് പ്രയോറിറ്റി. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആ ടോപ്പിക്കിലൊരു കോളാണ്, മെയിൻലി ഉപയോഗിക്കുന്ന ആ ഒരു ടേമാണ് സെവിയറിറ്റി ആൻഡ് പ്രയോറിറ്റി. നമ്മൾ ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കമ്പണൻ്റ് ആണ് സെവിയറിറ്റി ആൻഡ് പ്രയോറിറ്റി. അപ്പോൾ വളരെ നമുക്ക് വേർഡ് പറയുമ്പോൾ പെട്ടെന്ന് രണ്ടും ഒരുപോലെ തോന്നും, പക്ഷെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഇത് വളരെ ഡെപ്തിൽ തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എല്ലാ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂവിലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ മെയിൻലി ഈ ടോപ്പിക്കിൽ കവർ ചെയ്യണത് സിവിയറിറ്റി എന്താണ്, പ്രയോറിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ്, സിവിയറിറ്റിയുടെ ഏതൊക്കെ ലെവലാണ് എക്സാമ്പിളായിട്ട്, പ്രയോറിറ്റിയുടെ എന്താണ്, ഏതൊക്കെയാണ് ഉപയോഗിക്കുന്ന ലെവലുകൾ, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, നമ്മൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തായാലും, പിന്നെ അത്യാവശ്യക്കാർ സ്ഥിരമായി വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ആരും മറക്കരുത്, വളരെയധികം ലൈക്ക് കുറവാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ പുതിയ വീഡിയോസ് ഇടാൻ ബുദ്ധിമുട്ടാണ്, സപ്പോർട്ടാണ് പുതിയ വീഡിയോയുള്ള കാരണം. ഓക്കെ, നമുക്ക് വീഡിയോയ്ക്ക് പോവാം. പിന്നെ ഫസ്റ്റ് ടോപ്പിക് എന്താണ് പ്രയോറിറ്റി. അതായത് നമ്മളൊരു ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള കോളത്തിലുള്ള ഒരു കമ്പോണൻ്റാണ് പ്രയോറിറ്റി എന്നുള്ള ടേം. എന്താണ് പ്രയോറിറ്റി? നമ്മൾ സാധാരണ വേർഡ് ഉപയോഗിക്കും, പ്രയോറിറ്റി എന്നുള്ള വേർഡ് ഉപയോഗിക്കും. എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? അതായത് നമ്മൾ ബഗ് ഒരു 4-5 കണ്ടുപിടിക്കും, കുറേ കണ്ടുപിടിക്കും. ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ബഗ് കിട്ടും. അപ്പോൾ എല്ലാ ബഗ്ഗും റിപ്പോർട്ട് ചെയ്യും. ഡെവലപ്പർ എടുത്ത് ഓരോന്നോരോന്നെടുത്ത് കറക്റ്റ് ചെയ്യും, സോൾവ് ചെയ്യും. അപ്പോൾ ഏത് ബഗ്ഗാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എന്ത്, പ്രയോറിറ്റി. അത്രേ ഉള്ളൂ. സിംപ്ലി പറയുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓർഡർ ഇൻ വിച്ച് ഡിഫക്റ്റ് ഷുഡ് ബി ഫിക്സ്ഡ്. ഏത് ഓർഡറിലാണ് ഡിഫക്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്? അതെന്താണ് പറയണത്? ഹയർ ദ പ്രയോറിറ്റി സൂണർ ദ ഡിഫക്റ്റ് ഷുഡ് ബി റിസോൾവ്. കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം. ഫസ്റ്റ് പ്രയോറിറ്റികൾ ആദ്യം ചെയ്യണം, സെക്കൻഡ് പ്രയോറിറ്റികൾ അത് കഴിഞ്ഞ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രയോറിറ്റിയുടെ അവിടെ ഒന്നുകിൽ നമ്പർ കൊടുക്കും, P1 P2 P3 എന്ന് കൊടുക്കുന്നവരുണ്ട്. ചിലവർ എന്ത് കൊടുക്കും? ഹൈ, മീഡിയം, ലോ എന്ന് കൊടുക്കും. കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ആദ്യം ഫിക്സ് ചെയ്യാൻ എടുക്കും. പിന്നെ നമ്മളിത് അറിയേണ്ടത്, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രയോറിറ്റി തീരുമാനിക്കുന്നത്? എപ്പോഴും പ്രയോറിറ്റി തീരുമാനിക്കുക ബിസിനസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ബിസിനസ് വാല്യൂ നോക്കിയിട്ടാണ്. അതായത് നമ്മൾ കുറേ ബഗ് ഉണ്ടാവും. ആ ബഗ്ഗിൽ ചില ബഗ്ഗുകൾ നമ്മുടെ ക്ലയൻറ്റിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, ക്ലയൻറ്റിൻ്റെ കച്ചവടത്തിനെ ബാധിക്കും, കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഡയറക്റ്റ്ലി ബിസിനസ്സിൽ എഫക്റ്റ് ഉണ്ടാവും, മാർക്കറ്റിൽ ഡൾനെസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് പ്രയോറിറ്റി തീരുമാനിക്കാൻ കാരണം. കൂടുതൽ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ ടെക്നിക്കലി വലിയ പ്രോബ്ലം ഒന്നും ആവില്ല, വലിയ കോംപ്ലിക്കേറ്റഡ് ആർക്കിടെക്ചർ പ്രോബ്ലംസ് ഒന്നും ആവില്ല, വളരെ സിമ്പിൾ കാര്യമായിരിക്കാം. ചിലപ്പോൾ വല്ല സിമ്പിളി വല്ല ഹോം പേജിലുള്ള വല്ല പിക്ചർ ഇട്ടതിൻ്റെ വല്ല പ്രശ്നമോ അങ്ങനെയോ, മെയിൻലി കച്ചവടത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യം മതി. ചിലപ്പോൾ ഒരു ലോഗോയുടെ പ്രശ്നമാവാം, പക്ഷേ അത് കസ്റ്റമറെ സംബന്ധിച്ച് വളരെ കാര്യമാണ്. അവരുടെ കമ്പനിയുടെ പേരായിരിക്കാം, പേരിലുള്ള ചിലപ്പോൾ ഫോണ്ടിലുള്ള വ്യത്യാസമാവാം, കളറിലുള്ള വ്യത്യാസമാവാം, അതുവരെ ചിലപ്പോൾ പ്രയോറിറ്റി കൂടുതലായിരിക്കാം. കാണുമ്പോൾ ഒന്നുമല്ല, പ്രോഗ്രാമും ആപ്ലിക്കേഷനൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമറെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ടൈപ്സ് ഓഫ് പ്രയോറിറ്റി. പ്രയോറിറ്റിയുടെ ടൈപ്സ് അല്ലെങ്കിൽ ലെവൽസ് എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ പ്രയോറിറ്റിയിൽ P1 P2 P3 എന്ന് കൊടുക്കും. കൂടുതൽ പ്രയോറിറ്റികൾ P1 P2 P3 അങ്ങനെ പോകും. മിക്ക കമ്പനികളും ഉപയോഗിക്കുന്നത് ഹൈ, മീഡിയം, ലോ എന്നുള്ള 3 പ്രയോറിറ്റികളാണ് ഉപയോഗിക്കുക. വേണമെങ്കിൽ ഹൈ, വെരി ഹൈ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ്? സിവിയറിറ്റി. രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ പഠിക്കണം, പ്രയോറിറ്റിയും സിവിയറിറ്റിയും. ബഗിൻ്റെ തന്നെ 2 ടേംസാണ് പ്രയോറിറ്റി, സിവിയറിറ്റി. പ്രയോറിറ്റി സാധാരണ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേമാണ് പ്രയോറിറ്റി എല്ലാ കാര്യത്തിലും, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. സിവിയറിറ്റി അധികം കേൾക്കാത്തൊരു ടേമാണ്, ശ്രദ്ധിക്കുക. ഡിഗ്രി ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ബഗ് ഓൺ ഡെവലപ്മെൻറ്റ് ഓർ ഓപ്പറേഷൻ ഓഫ് എ കമ്പനൻറ്റ്. അതായത് ഒരു ബഗ് നമ്മളൊരു ആപ്ലിക്കേഷനിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതിൻ്റെ ഫർദർ ആയിട്ടുള്ള വർക്കിങ്ങിനെ, അതിൻ്റെ ഓപ്പറേഷനെ എത്രത്തോളം, എത്ര ഡിഗ്രി, എത്ര അളവ് ഇമ്പാക്റ്റ് ബാധിക്കുന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് എന്ത്? സെവീരിറ്റി എന്ന് പറയും. സെവീരിറ്റി. ഓക്കെ, സെവീരിറ്റി എപ്പോഴും ഡിറ്റർമിൻ ചെയ്യാൻ Q ആയിരിക്കും, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിരിക്കും സെവീരിറ്റി
ഡിറ്റക്റ്റ് ചെയ്യുക, അതായത് അതിനെ എത്രത്തോളം സോഫ്റ്റ്വെയറിനെ ബാധിക്കും, സോഫ്റ്റ്വെയറിൻ്റെ മുന്നോട്ടുള്ള ഫ്ലോനെ എത്രത്തോളം ബാധിക്കും, അതിൻ്റെ വർക്കിങ്ങിനെ എന്തോരം ബാധിക്കും, ഓപ്പറേഷൻ എന്തോരം ബാധിക്കും, അതൊക്കെ എന്താണ് QA ആണ് തീരുമാനിക്കുക. പക്ഷേ പ്രയോറിറ്റി ആരെ തീരുമാനിക്കുക? പ്രയോറിറ്റി QA ആണ് തീരുമാനിക്കുക. പക്ഷേ QAക്കാളും അത് ക്ലയൻറ്റും പ്രൊജക്ട് മാനേജരും നമ്മുടെ കസ്റ്റമറും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ടാണ് നമ്മൾ പ്രയോറിറ്റി തീരുമാനിക്കുക. ഓക്കെ, കാരണം അത് പ്രോഗ്രാമിൻ്റെ ആർക്കിടെക്ചറായിട്ടോ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ അല്ല, ബിസിനസ്സിനെ ബാധിക്കുന്നതായതുകൊണ്ട് അവരാണ് കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, അത് തീരുമാനിക്കണതിലുള്ള ഡിസ്കഷൻ തീരുമാനിക്കണമൊക്കെ നമ്മൾ ടെസ്റ്റേഴ്സ് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ സിവിയറിറ്റിനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? സീരിയസ്നെസ് ഓഫ് ദ ബഗ്. ആ ബഗിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആർക്കിടെക്ചറായിട്ടുള്ള അതിൻ്റെ സീരിയസ്, ആ ബഗ് എത്രത്തോളം ആപ്ലിക്കേഷൻ്റെ ഫർദർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഓപ്പറേഷൻ, ഫങ്ഷനാലിറ്റിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അളവ് പോലാണ് സിവിയറിറ്റി. ഓക്കെ, ഇതെപ്പോഴും കണക്ക് കൂട്ടുക എന്തിൻ്റെ ബേസിലാണ്? പ്രയോറിറ്റി ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, ബിസിനസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ എന്താണ്? ബേസ്ഡ് ഓൺ ഫങ്ഷനാലിറ്റി. ഇത് ബിസിനസ്സിനെ ബാധിക്കണോ കച്ചവടത്തിനെ ബാധിക്കണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ സെവേരിറ്റിയുടെ ഹൈയും ലോയും ഒക്കെ പറയാം. ഫങ്ഷനാലിറ്റി, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ബഗ് ആപ്ലിക്കേഷൻ എത്രത്തോളം വർക്കിങ്ങിനെ ബുദ്ധിമുട്ടുണ്ടാക്കും, ഫർദർ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും, എത്രത്തോളം അതിൻ്റെ ആർക്കിടെക്ചറായിട്ട് ടെക്നിക്കലായിട്ട് അതിന് എത്രത്തോളം ഇഷ്യൂ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു അളവാണ് എന്ത്? സെവേരിറ്റി. പിന്നെ നമ്മൾ ലെവൽസ് ഓർത്ത് വയ്ക്കേണ്ടത് മെയിൻലി ഉണ്ടാവുന്നത്, അതായത് ചില ബഗുകളുണ്ടാവും ബ്ലോക്കർ എന്നുള്ള ലെവലാണ് പറയുക. അതായത് പ്രയോറിറ്റി പോലെ ഹൈ, മീഡിയം, ലോയൽ ഇവിടെ വരിക, ബ്ലോക്കർ, ക്രിട്ടിക്കൽ, മേജർ, മൈനർ, അങ്ങനെയാണ് പോവുക. മോഡറേറ്റ്, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. മെയിൻലി ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് ബ്ലോക്കർ, ചില എററുകൾ ഉണ്ടാവും, ചില ആപ്ലിക്കേഷനിൽ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല, ചില ബഗുകൾ ബ്ലോക്കർ ആയിരിക്കും. അതായത് ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ബഗൊക്കെ ബ്ലോക്കറിൽ ഇടാൻ പറ്റുള്ളൂ, കാരണം ആപ്ലിക്കേഷൻ തന്നെ മുന്നോട്ട് പോകുന്നില്ല. ബ്ലോക്കർ. ക്രിട്ടിക്കൽ, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ബഗ്ഗാണ്. മേജർ, അതിനേക്കാൾ താഴെയുള്ള മേജർ വരുന്നു. പിന്നെ മൈനർ, അത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് താഴേക്ക് പോകണം. ഓക്കെ, ഇപ്പം നമ്മൾ സിവിയറിറ്റിക്ക് ഒരു എക്സാമ്പിൾ വേണം നമുക്ക് സിമ്പിളായിട്ട് പറയാം. എന്താ? ലോ സിവിയറിറ്റി, ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം, ലോ സിവിയറിറ്റി, ഹൈ പ്രയോറിറ്റി. അതായത് ലോഗോ എറർ ഇൻ ഇ കോമേഴ്സ് സൈറ്റ്. ഇപ്പോൾ ഒരു ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡഡ് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലോഗോ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലോഗോ തെറ്റായിട്ട് കൊടുത്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷനിൽ വർക്കിങ്ങോ ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോണിൽ ലോഗോ തെറ്റിയുകൊണ്ട് ആമസോണിൽ നമുക്ക് സാധനങ്ങൾ ലോഗിൻ ചെയ്യണോണ്ടോ, അതിൽ പർച്ചേസ് ചെയ്യണോണ്ടോ, അതിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യണോണ്ടോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ലോഗോ തെറ്റിയാൽ ഇതൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ്? ആർക്കിടെക്ചറലി അതിനൊരു നോ പ്രോബ്ലം ആണ്, അത് വർക്കിംഗ് ആണ്. അതിൻ്റെ ഫങ്ഷനാലിറ്റിനൊന്നും ഒരു ബാധിക്കില്ല. നമുക്ക് സാധനങ്ങൾ മേടിക്കാം, പർച്ചേസ് ചെയ്യാം, പേയ്മെൻറ്റോടൊക്കെ ഒക്കെ നടക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ലോ സിവിയറിറ്റിയാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയണത്? ലോ സിവിയറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഫങ്ഷനാലിറ്റിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ആമസോണിൻ്റെ ഇത്രയും വലിയൊരു കമ്പനിയുടെ എംബ്ലം അല്ലെങ്കിൽ ലോഗോ തെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെ എത്രത്തോളം ബാധിക്കും? നമ്മൾ മിക്കവരും ഒരു സൈറ്റിൽ പോകുമ്പോൾ ആ ലോഗോ നോക്കിയിട്ടാവും ബ്രാൻഡഡ് കമ്പനി, ഇപ്പോൾ ഒരു ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ലോഗോ നോക്കിയിട്ടാവും നമ്മൾ കസ്റ്റമേഴ്സ് സാധനങ്ങൾ മേടിക്കുക. നമ്മൾ ഈ ലോഗോ തെറ്റായി കണ്ടാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് ആണെന്നോ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണെന്നോ തോന്നിയിട്ട് ബിസിനസ്സിന് വളരെയധികം ബാധിക്കും. പിന്നെ ആ കമ്പനിയുടെ സ്റ്റാറ്റസ്, അതിൻ്റെ ഒരു ഗുഡ് വില് എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താണ്? ഇവിടെ ലോ സിവിയറിറ്റി ആണെങ്കിലും ഹൈ പ്രയോറിറ്റിയാണ് വരുന്നത്. ഓക്കെ, കാരണം എന്താ? ഹൈ പ്രയോറിറ്റി വരാൻ ഇതിൻ്റെ ബിസിനസ്സിനെ വളരെയധികം ബാധിക്കുന്നു. ലോ സിവിയറിറ്റി വരാൻ എന്താ കാരണം? ലോഗോയിൽ ഒരു തെറ്റുണ്ടായതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത ടോപ്പിക്, അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് 4 കോമ്പിനേഷനുള്ള എക്സാമ്പിളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതായത് ലോ സിവിയറിറ്റി, ഹൈ പ്രയോറിറ്റി, പിന്നെ ലോ പ്രയോറിറ്റി, ഹൈ സിവിയറിറ്റി, പിന്നെ ലോ സിവിയറിറ്റി, ലോ പ്രയോറിറ്റി, പിന്നെ ഹൈ സിവിയറിറ്റി, ഹൈ പ്രയോറിറ്റി. അതായത് 2 ഹൈ 2 ലോ, പിന്നെ ഒരു ഹൈയും ലോയും, ലോയും ഹൈയും, അങ്ങനെ 4 കോമ്പിനേഷൻ. ഇതാണ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഏതാ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പനി ലോഗോ ഈസ് റോങ് കളർ. അതേതാണ്? ഹൈ പ്രയോറിറ്റിയും ലോ സിവിയറിറ്റിയും വരുന്ന കോമ്പിനേഷനാണ്. ഓക്കെ, ലോ സിവിയറിറ്റിയും ഹൈ പ്രയോറിറ്റിയും വരുന്നൊരു കോമ്പിനേഷനാണ്. സിവിയറിറ്റി നോൺ ക്രിട്ടിക്കലാണ്, പ്രയോറിറ്റി അർജൻറ്റ്, ഹൈ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, കമ്പനി ലോഗോ റോങ് വരുന്ന ഓപ്ഷൻ അത് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ,
ഇനി നമുക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് നോക്കാം. ഇത് ഹൈ പ്രയോറിറ്റിയും ലോ സിവിയറിറ്റിയും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ലോ പ്രയോറിറ്റിയും ഹൈ സിവിയറിറ്റിയുള്ള നോക്കാം. ലോ പ്രയോറിറ്റിയും ഹൈ സിവിയറിറ്റി ഇതാണ് നോക്കാം. ലോ പ്രയോറിറ്റിയും ഹൈ സിവിയറിറ്റിയും. അതായത് എന്താ എക്സാമ്പിൾ? ഫീച്ചർ ദാറ്റ് ഈസ് റെയർലി യൂസ്ഡ് ഡസ് നോട്ട് വർക്ക്. ഇപ്പോൾ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഒരു റിപ്പോർട്ട്സ് എടുക്കുന്നുണ്ടാവും. മന്ത്ലി റിപ്പോർട്ട്, വീക്കിലി റിപ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് സെക്ഷൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു മന്ത്ലി റിപ്പോർട്ടോ അല്ലെങ്കിൽ വീക്കിലി റിപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീക്കിലി റിപ്പോർട്ട് എന്നുള്ളൊരു സെക്ഷൻ വർക്ക് ചെയ്യണില്ല എന്നൊക്കെയാണ്. അതിൻ്റെ വീക്കിലി റിപ്പോർട്ട് എന്നുള്ള വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ റോങ് ആയിട്ടാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണമെന്നൊക്കെയാണ്. അപ്പോൾ അത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വലിയൊരു എററാണ്. പ്രോഗ്രാമിലുള്ള കുറേ മിസ്സിങ്ങുകളും ഉണ്ടാവണമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്താണ്? ഹൈ സിവിയറിറ്റിയാണ്. ഓക്കെ, ഹൈ സിവിയറിറ്റിയാണ്. പക്ഷേ എന്താണ് അതിൻ്റെ പ്രയോറിറ്റി? അപ്പോൾ റിപ്പോർട്ട് തെറ്റുക എന്ന് പറഞ്ഞാൽ ശരിയ പ്രശ്നമൊക്കെ ഉണ്ട്, ബിസിനസ്സിനെ ബാധിക്കുന്നത്. നമ്മൾ സപ്പോസ് ആലോചിക്കുക, ആ ഒരു ആപ്ലിക്കേഷനിൽ വീക്കിലി റിപ്പോർട്ട് ആരും ഉപയോഗിക്കില്ല എന്നൊക്കെ. ആ ഒരു ആപ്ലിക്കേഷനിൽ റിപ്പോർട്ട് തന്നെ ആവശ്യമില്ല, ആരും കസ്റ്റമേഴ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. വീക്കിലി റിപ്പോർട്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കുന്നതിന് മന്ത്ലി റിപ്പോർട്ട് ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ. അപ്പോൾ വീക്കിലി റിപ്പോർട്ട് പോലെ ഒരു തെറ്റുള്ളത് ആരും ശ്രദ്ധിക്കാനോ പെട്ടെന്ന് ഇത് നോട്ടീസ് ചെയ്ത് ബിസിനസ്സിനെ ബാധിക്കാനോ സാധ്യതയില്ല. അതുകൊണ്ട് എന്താണ്? ലോ പ്രയോറിറ്റി ഹൈ സിവിയറിറ്റിയാണ്. സംഭവം പ്രശ്നമാണ്, ഫങ്ഷണാലിറ്റിനെ ബാധിക്കും. പക്ഷേ നമ്മളത് അർജൻറ്റായിട്ട് തിരക്ക് പിടിച്ച് നന്നാക്കേണ്ട ആവശ്യമില്ല, സമയമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടുമാണ് മെയിൻലി വരുന്ന എക്സാമ്പിൾ. ഇനി ഈ രണ്ട് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇത് രണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈ പ്രയോറിറ്റിയും ലോ സിവിയറിറ്റിയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. കമ്പനി ലോഗോ എറർ വരുന്നത്. അടുത്തത് എന്താണ്? ഹൈ പ്രയോറിറ്റിയും ഹൈ സിവിയറിറ്റിയും തന്നെ. എന്താണ്? കീ ഫീച്ചർ ഡസ് നോട്ട് വർക്ക്. അതായത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ കീ ഫീച്ചർ, മെയിൻ ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്താണ്? പ്രയോറിറ്റിയും കൂടുതലാണ്, സിവിയറിറ്റിയും കൂടുതലാണ്. ഫങ്ഷണാലിറ്റിയും പ്രോബ്ലമാണ്, അത് ബിസിനസ്സിനെയും ബാധിക്കും. ബാങ്കിങ് ആപ്ലിക്കേഷനിൽ ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, കാശ് അയക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെ അടുത്ത കോമ്പിനേഷൻ എന്താണ്? ലോ സിവിയറിറ്റിയും ലോ പ്രയോറിറ്റിയും. പ്രയോറിറ്റിയും കുറവ്, സിവിയറിറ്റിയും കുറവ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല. ഫങ്ഷണാലിറ്റിനും തീരും ബാധിക്കുന്നില്ല, ബിസിനസ്സിനും ബാധിക്കാത്തത്. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ ഫോണ്ട് തെറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലായിടത്തും എഴുതിയ ഡിസ്ക്രിപ്ഷൻ വല്ല കസ്റ്റമർ പറയാത്ത ഡിസ്ക്രിപ്ഷൻ, അതാരൊന്നും നോട്ടീസബിൾ അല്ല. വല്ല ഇമേജിലെ അടിയിൽ എഴുതണ ഫോണ്ട്, അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കസ്റ്റമർ പറഞ്ഞല്ല, അതൊന്നും ആരും നോട്ടീസ് ചെയ്യില്ല, ബിസിനസ്സിനും ബാധിക്കില്ല. നമ്മൾ ചെയ്യണം, ക്ലിയർ ചെയ്യണം, പക്ഷേ അതിന് ഇമ്പോർട്ടൻ്റ് കുറവാണ്. പതുക്കെ ചെയ്താൽ മതി. സിവിയറിറ്റി ആപ്ലിക്കേഷൻസ് ആദ്യമായിട്ട് ബാധിക്കണമല്ല, ഫോണ്ട്, സൈസ്, കളറ്, സ്റ്റൈല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രയോറിറ്റി ആൻഡ് സിവിയറിറ്റി. സിമ്പിളായിട്ട് പറയുന്ന പ്രയോറിറ്റി എന്താണ്? ഓർഡർ ഇൻ വിച്ച് എ ബഗ് ഷുഡ് ബി ഫിക്സ്ഡ്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഓർത്താൽ മതി? ഓർഡർ, പ്രയോറിറ്റി, ബഗിൻ്റെ ഓർഡർ ഫിക്സ് ചെയ്യണ ഓർഡറാണ്. ഓർഡർ ഇൻ വിച്ച് പ്രയോറിറ്റി ഷുഡ് ബി ഫിക്സ്ഡ്, അത് തീരുമാനിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിവിയറിറ്റി എന്താണ്? സീരിയസ്നെസ് ഓഫ് ദ ബഗ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഇമ്പാക്റ്റ് ഓഫ് എ ബഗ് ഓൺ ദ വർക്കിംഗ് ഓഫ് ആപ്ലിക്കേഷൻ. ആ വർക്കിൻ്റെ ഇമ്പാക്റ്റ്, ആ ബഗിൻ്റെ ഇമ്പാക്റ്റ് വർക്കിങ്ങിൽ, ഓപ്പറേഷനിൽ, ആപ്ലിക്കേഷൻ്റെ ഓപ്പറേഷൻ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സീരിയസ്നെസ് ഓഫ് ദ ബഗ് എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫക്റ്റ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ മെയിൻ ജോബ് എന്താണ്? ഡിഫക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഡിഫക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിഫക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടികളാണ് രണ്ടെണ്ണമാണ്. എന്ത്? പ്രയോറിറ്റിയും സിവിയറിറ്റിയും. അത് ഡെപ്തിൽ വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇൻ്റർവ്യൂവിൽ ഷുവറാണ്, മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.